പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? നൂലപ്പമാണ്. അതിനുള്ള പൊടി വാട്ടി കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ തട്ടിലേക്ക് പീച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലുമ്മ ചിപ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിക്കുള്ള ചിപ്സാണ് റെഡിയാക്കുന്നത്. അതിനുശേഷം അരിയടുപ്പത്തിട്ടിരുന്നു. അത് നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ നൂലപ്പവും തേങ്ങാപ്പാലും റെഡിയായി. അതിനുശേഷം ഞങ്ങൾക്കിന്ന് ചെമ്മീനാണ് കിട്ടിയത്. വലിയ സൈസ് ചെമ്മീൻ. കുറേ നാളുകൾ ശേഷമാണ് കേട്ടോ ഇങ്ങനെ വലിയൊരു ചെമ്മീൻ കിട്ടുന്നത്. അങ്ങനെ അത് കറി വയ്ക്കാനുള്ള ഒരുക്കത്തിലേക്ക് കടന്നു. അതിലേക്കുള്ള അരപ്പുകൾ: ചെറുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, ഇഞ്ചി, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചാറ് കലക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഒരു മാങ്ങ അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് കീറിയിട്ടുണ്ട്. ആവശ്യത്തിന് പുളിയും പിഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ മുളക് പുരട്ടി വെച്ചിരുന്നു. അത് ഫ്രൈ ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിപ്സ് ചെപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി 2 ആഴ്ചയ്ക്ക് നോക്കണ്ട. അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ച് റെഡിയായിട്ടുണ്ട്. കറിയൊക്കെ തൂളിച്ചു, മീനൊക്കെ ഫ്രൈ ചെയ്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ സൈസ് പപ്പക്കായ കിട്ടിയിട്ടുണ്ട്. അത് ജ്യൂസ് അടിക്കാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം തിളപ്പിച്ചാറിയ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 2 ഏലക്കായൻ്റെ കുരു അതിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തു. അങ്ങനെ ഞങ്ങളുടെ ജ്യൂസ് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാമും അണ്ടിപ്പരിപ്പും ചീകിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പപ്പായ ജ്യൂസ് റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോയുമായി ഞാൻ വരാം. ബൈ.